വൈഷ്ണവ ഭക്തർ ഭക്തിയോടെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന കാമദ ഏകാദശി ഏപ്രിൽ 8 ചൊവ്വാഴ്ചയാണ് ആചരിക്കപ്പെടുന്നത്. വളരെ വിശിഷ്ടമായ ഒരു ഏകാദശിയാണ് കാമദ ഏകാദശി എന്ന് പറയുന്നത്. നമ്മുടെ കാമനകളെല്ലാം, അതായത് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം, നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നത് എന്തും ഭഗവാൻ മഹാവിഷ്ണു കൈ നിറച്ച് തരുന്നൊരു ദിവസമാണിത്. ബാക്കിയുള്ള ഏകാദശികളെ അപേക്ഷിച്ച് വളരെ വിശിഷ്ടവും പ്രത്യേകമായ ചില ആചാരവിധികളും അതിനനുസരിച്ച് പെട്ടെന്നുള്ള ഫലങ്ങളും ഈ കാമദ ഏകാദശിയുടെ മാത്രം പ്രത്യേകതയാണ്. നിങ്ങൾ ഇതുവരെ കാമദ ഏകാദശി അനുഷ്ഠിച്ചിട്ടില്ലെങ്കിൽ ഈ പ്രാവശ്യം ഒന്ന് എടുത്തു നോക്കണേ കേട്ടോ. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഫലങ്ങളാണ്, അതും വളരെ പെട്ടെന്ന് തന്നെ ഈ കാമദ ഏകാദശി നോറ്റാൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അതിവിശിഷ്ടമായ കാമദ ഏകാദശി അനുഷ്ഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, വ്രതം നോൽക്കേണ്ട വിധം എങ്ങനെയാണ്, മറ്റുള്ള ഏകാദശികളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായി ഭഗവാൻ വിഷ്ണുവിന് നമ്മൾ ചെയ്യുന്ന ചില ചടങ്ങുകൾ ഉണ്ട്. അതെന്തൊക്കെയാണ്, ഏകാദശി തിഥി സമയം, അതുപോലെ തന്നെ ഹരിവാസര സമയം, പാരണ വീടേണ്ട സമയം, ഇതെല്ലാം പൂർണ്ണമായി വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണിത്. വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഏപ്രിൽ മാസത്തിലെ ആദ്യത്തേതും ചൈത്രമാസത്തിലെ രണ്ടാമത്തേതുമായ ഏകാദശിയാണ് കാമദ ഏകാദശി എന്ന് പറയുന്നത്. ചൈത്രമാസത്തിലെ ശുക്ലപക്ഷത്തിലാണ് നമ്മൾ കാമദ ഏകാദശി ആചരിക്കുന്നത്. കാമദ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ 100 യാഗങ്ങൾക്ക് തുല്യമായ ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. കൂടാതെ നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ പാപങ്ങളിൽ നിന്നും സാക്ഷാൽ മഹാവിഷ്ണു നമുക്ക് മോക്ഷം തരുമെന്നും വിശ്വസിക്കപ്പെടുന്നു. നമ്മൾ സാധാരണ മനുഷ്യരല്ലേ, ചില സമയങ്ങളിൽ മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും നമ്മളുടെ പ്രവൃത്തികളോ വാക്കുകളോ കൊണ്ട് മറ്റുള്ളവർക്ക് ഏതെങ്കിലും വിധത്തിൽ മനസ്സ് വിഷമിച്ചിട്ടുണ്ടാകാം. അങ്ങനെ നമ്മൾ അറിയാതെ പോലും ചെയ്തു പോകുന്ന തെറ്റുകൾ, അതിൽ നിന്നും ഉണ്ടാകുന്ന പാപഫലങ്ങൾ, ഇതെല്ലാം ഈ ഒരൊറ്റ കാമദ ഏകാദശി വ്രതത്തിലൂടെ പൂർണ്ണമായും ഭഗവാൻ മാറ്റിത്തരുന്നതാണ്. പത്മപുരാണം അനുസരിച്ച് കാമദ ഏകാദശി വ്രതം ഒരു വ്യക്തിയെ ഏറ്റവും വലിയ പാപങ്ങളിൽ നിന്നു പോലും, അതായത് ബ്രഹ്മഹത്യ പോലെയുള്ള അതിൽ നിന്നു പോലും മോചിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഇനി ഈ കാമദ ഏകാദശി തിഥി ആരംഭിക്കുന്ന ഒരു മുഹൂർത്തം പറയാം. ഏപ്രിൽ 7 തിങ്കളാഴ്ച രാത്രി 8 മണി മുതൽ ഏപ്രിൽ 8 ചൊവ്വാഴ്ച രാത്രി 9:12 വരെയാണ് ഏകാദശി തിഥി എന്ന് പറയുന്നത്. ഇനി വ്രതം നോൽക്കേണ്ട വിധം, പൂജാവിധി, ആരാധനാരീതി, ഹരിവാസര സമയം, പാരണ വീടേണ്ട സമയം, ഇതൊക്കെ മുന്നോട്ട് ഈ വീഡിയോയിൽ കൃത്യമായി ഞാൻ പറയുന്നതാണ്. നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേട്ടിരിക്കണം കേട്ടോ. നമുക്കറിയാം ദശമി, ഏകാദശി, ദ്വാദശി, അതായത് ഏപ്രിൽ 7, 8, 9 എന്നീ 3 ദിവസങ്ങളിലായാണ് നമ്മൾ ഈ ഏകാദശി വ്രതം നോൽക്കേണ്ടതായിട്ടുള്ളത്. തലേ ദിവസം, അതായത് ദശമി ദിവസം ഏപ്രിൽ 7 തിങ്കളാഴ്ച ഒരിക്കലെടുത്ത് വേണം വ്രതം ആരംഭിക്കാൻ. അതായത് അന്നേ ദിവസം ഒരു നേരം മാത്രമേ നമ്മൾ അരിയാഹാരം കഴിക്കാൻ പാടുള്ളൂ. അന്നേ ദിവസം അതിരാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിലായാൽ അത്രയും നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു 5 മണിക്ക് മുൻപായിട്ട് എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ശുഭ്രവസ്ത്രം ധരിച്ച് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുക. മഹാവിഷ്ണുവിന്റെ അല്ലെങ്കിൽ ഗുരുവായൂരപ്പന്റെ, ശ്രീകൃഷ്ണന്റെ ഒക്കെ ഫോട്ടോയ്ക്ക് മുൻപിൽ ഒരു നെയ് വിളക്ക് തെളിയിച്ചു വെക്കുന്നത് ഏറ്റവും ഐശ്വര്യദായകമാണ്. ഭഗവാന്റെ മുൻപിൽ ഒരു സങ്കല്പം, അതായത് നമ്മുടെ ഈ സമയത്ത് നടന്നു കിട്ടേണ്ട ഏറ്റവും വലിയ നിങ്ങളുടെ ഒരു ആഗ്രഹം ഭഗവാന് മുൻപിൽ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുക. ഈ ഏകാദശി വ്രതം അതിന്റെ എല്ലാ പൂർണ്ണതയോടും കൂടി എടുക്കാനുള്ള അനുഗ്രഹവും അനുവാദവും തരണേ എന്ന് ഭഗവാനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വ്രതം ആരംഭിക്കാവുന്നതാണ്. ഈ ഒരൊറ്റ കാമദ ഏകാദശി വ്രതത്തിലൂടെ സകല വിഷമങ്ങളിൽ നിന്നും നിങ്ങളെ സാക്ഷാൽ മഹാവിഷ്ണു മോചിപ്പിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അത്രയും വിശ്വാസത്തോടു കൂടി വേണം നമ്മൾ ഈ അതിവിശിഷ്ട ഏകാദശി വ്രതം എടുക്കാനായിട്ട്. അങ്ങനെ ദശമി ദിവസം, അതായത് തലേ ദിവസം ഏപ്രിൽ 7-ാം തീയതി നമ്മൾ പറഞ്ഞു ഒരു നേരം മാത്രമേ അരിയാഹാരം പാടുള്ളൂ. രാത്രിയിൽ പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലും കഴിക്കാം. ഇനി അതുമാത്രം കൊണ്ട് കഴിയാത്തവർ ഗോതമ്പ് കൊണ്ടുള്ള എന്തെങ്കിലും വിഭവങ്ങൾ കഴിക്കാട്ടോ. അന്ന് നിലത്ത് കിടന്നുറങ്ങണം എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഈ ചിട്ടകളെല്ലാം തന്നെ ആഹാരത്തിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റെന്തിലാണെങ്കിലും നമ്മുടെ ആരോഗ്യം അനുസരിച്ച് വേണം കേട്ടോ നമ്മൾ എന്തും ചെയ്യാനായിട്ട്. അതികഠിനമായ ഉപവാസം, അതായത് പൂർണ്ണ ഉപവാസം ഒക്കെ എടുക്കുന്നവരുണ്ട്. നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. നമ്മുടെ മനസ്സിന്റെ നന്മ, ഭക്തി, നമ്മുടെ പ്രവൃത്തി, ഇതൊക്കെ തന്നെയാണ് പ്രധാനം. അല്ലാതെ പൂർണ്ണമായി പട്ടിണി കിടന്ന് വ്രതം നോൽക്കണം എന്നൊന്നും ഒരു ഈശ്വരന്മാരും എങ്ങും പറഞ്ഞിട്ടില്ല. അങ്ങനെ ദശമി ദിവസം പൂർണ്ണമായി മനസ്സും ചിന്തകളും ഭഗവാന് സമർപ്പിക്കുക. നാവിലും മനസ്സിലും സദാ ഭഗവത് നാമങ്ങൾ നിറയണം. അന്യചിന്തകൾക്കൊന്നും ഇടം കൊടുക്കാതെ മനസ്സ് ഭക്തിപൂർണമാക്കി വെക്കുക. ഇനി പിറ്റേ ദിവസം ഏകാദശി ദിവസം ഏപ്രിൽ 8 ചൊവ്വാഴ്ച
അതിരാവിലെ എഴുന്നേറ്റ് എണ്ണ തേക്കാതെ കുളിക്കുക കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഏകാദശി ദിവസം ഒരിക്കലും നമ്മൾ എണ്ണ തേക്കാൻ പാടില്ല. ശുദ്ധിയായ ഭഗവാന് നെയ്വിളക്ക് അന്നേ ദിവസം രാവിലെ സമർപ്പിച്ചുകൊണ്ട് നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം 108 തവണ ജപിക്കുകയും ഓരോ ജപത്തിനും ഒരു ജമന്തിപ്പൂ വീതം മഹാവിഷ്ണുവിന്റെ അല്ലെങ്കിൽ ഗുരുവായൂരപ്പന്റെ ആ ഫോട്ടോയ്ക്ക് മുൻപിൽ സമർപ്പിക്കുക. ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ജോലിയിൽ, അതായത് നിങ്ങളുടെ കരിയറിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഇപ്പോൾ നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഭഗവാൻ ഇല്ലാതാക്കി തരുന്നതാണ്. ഇത് ഈ കാമദ ഏകാദശിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ജമന്തിപ്പൂ നിങ്ങൾ ഓരോ പ്രാവശ്യം ഓം നമോ ഭഗവതേ വാസുദേവായ ചൊല്ലുമ്പോൾ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുക. ഇനി ജമന്തിപ്പൂ എടുക്കാനില്ലെങ്കിൽ തുളസി ഇലയും നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. ഇവിടെ പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ഏകാദശി ദിവസം തുളസി ഇല നുള്ളാൻ പാടില്ല. ഭഗവാൻ അത്രമേൽ പ്രിയപ്പെട്ടതല്ലേ തുളസി ദേവി. നമുക്കൊപ്പം തുളസി ദേവിയും ഏകാദശി വ്രതം നോൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഏകാദശി ദിവസം തുളസി ഇല നുള്ളാൻ പാടില്ല. നമുക്ക് ആവശ്യമുള്ള തുളസി ഇലകൾ തലേ ദിവസം, അതായത് ദശമി ദിവസം സന്ധ്യയ്ക്ക് 6 മണിക്ക് മുൻപായിട്ട് നുള്ളിയെടുത്ത് വെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, മഹാവിഷ്ണുവിനെ സ്മരിച്ചുകൊണ്ട് ഒരു ശംഖിൽ വെള്ളം നിറച്ച് വീടാകെ തളിക്കുക. ഇതോടൊപ്പം ശംഖിൽ വെള്ളം നിറച്ച് നിങ്ങളുടെ തുളസി ചെടിയിലും അർപ്പിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കുടുംബത്തിലെ അസ്വാരസ്യങ്ങൾ, അതായത് കുടുംബാംഗങ്ങൾ തമ്മിൽ ചെറിയ ചെറിയ കാര്യത്തിന് വഴക്കുകളോ കലഹങ്ങളോ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാകാം, കുട്ടികളായിട്ടാകാം, സഹോദരങ്ങളായിട്ടാകാം, മാതാപിതാക്കളുമായിട്ടാകാം, അങ്ങനെ കുടുംബാംഗങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ചെറിയ വഴക്കോ കലഹമോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇല്ലാതായിട്ട് കുടുംബത്തിൽ ശാന്തിയും സമാധാനവും കൈവരുന്നതാണ്. തുളസിക്ക് തുളസി മന്ത്രം ജപിച്ചുകൊണ്ട് 3 പ്രദക്ഷിണം വയ്ക്കുക. ഈ 3 ദിവസങ്ങളിലും ചെയ്യാവുന്ന വളരെ അനുഗ്രഹപൂർണമായ ഒരു കാര്യമാണ് തുളസിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് ദശമി, ഏകാദശി, ദ്വാദശി ദിവസങ്ങളിൽ തുളസിക്ക് തീർത്ഥം ഒഴിച്ചു കൊടുത്തുകൊണ്ട് 3 തവണ തുളസിയെ പ്രദക്ഷിണം ചെയ്യുക. തുളസി മന്ത്രം ജപിച്ചുകൊണ്ട് വേണം പ്രദക്ഷിണം ചെയ്യാനായിട്ട്. തുളസി മന്ത്രം ഇതാണ്: പ്രസീദ തുളസി ദേവി പ്രസീദ ഹരിവല്ലഭേ ക്ഷീരോദ മദനോത്ഭുതേ തുളസീത്വം നമാമ്യഹം. ഇനി സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഈ കാമദ ഏകാദശി ദിനത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കർമ്മമുണ്ട്. അതായത് 7 മഞ്ഞൾ എടുക്കുക. ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ ഒരു മഞ്ഞപ്പട്ട് അല്ലെങ്കിൽ ഒരു മഞ്ഞ ശുദ്ധിയായ തുണി വിരിച്ചിട്ട് ഈ 7 മഞ്ഞളും അതിൽ സമർപ്പിക്കുക. ഭഗവാനോട് കടബാധ്യതകളെല്ലാം തീർത്ത് ആവശ്യമായ സമ്പത്ത് നൽകണേ എന്ന് മനമുരുക്കി പ്രാർത്ഥിക്കുക. എന്നിട്ട് ഈ മഞ്ഞ തുണി ആ 7 മഞ്ഞളോട് കൂടി ഒരു കിഴിയായി കെട്ടി സൂക്ഷിക്കുക. ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുകയും സമ്പത്ത് വർദ്ധിപ്പിക്കുകയും കടബാധ്യതകളിൽ നിന്ന് നിങ്ങൾക്ക് ഉടൻ മോചനം നൽകുകയും ചെയ്യുന്ന ഒരു കർമ്മമാണ്. ഈ കാമദ ഏകാദശി ദിനത്തിൽ ഉറപ്പായും നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കൂ കേട്ടോ. ഇത്ര പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ആൽമരത്തിന്റെ 5 ഇലകൾ എടുക്കുക. അതിൽ മഞ്ഞൾ പുരട്ടി സ്വസ്തിക വരച്ച് മഹാവിഷ്ണുവിന് സമർപ്പിക്കുക. ഈ ഒരു കാര്യത്തിലൂടെ നിങ്ങൾക്ക് തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. തൊഴിൽ മാന്ദ്യമുണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് ബിസിനസ്സൊക്കെ വളരെയധികം അഭിവൃദ്ധി വരുത്തുന്ന ഒരു കാര്യമാണ് ഈ 5 ആൽമരത്തിന്റെ ഇലകളിൽ മഞ്ഞൾ പുരട്ടി സ്വസ്തിക വരയ്ക്കുന്നത്. ഇതൊക്കെ ഉറപ്പായിട്ടും ഭഗവാനെ അത്രമേൽ വിശ്വസിച്ച് ചെയ്താൽ ഉടൻ തന്നെ മഹാവിഷ്ണു ഫലം തരുന്ന കാര്യങ്ങളാണ്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഏകാദശി വ്രതം നോൽക്കുന്നതും അന്നേ ദിവസം ഭഗവാനെയും ലക്ഷ്മി ദേവിയും ഒക്കെ അത്ര മനസ്സുരുകി പ്രാർത്ഥിക്കുന്നതും. അതുപോലെ തന്നെ കാമദ ഏകാദശി ദിനത്തിൽ ആൽമരത്തിന് വെള്ളം സമർപ്പിക്കുക. 11 തവണ ആൽമരത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ട് വലം വെക്കുക. ഇതെല്ലാം വളരെ ഐശ്വര്യദായകമാണ്. ഏകാദശി നാളിൽ ഭഗവാൻ ശ്രീ വിഷ്ണുവിന് പഴങ്ങൾ, പുഷ്പങ്ങൾ, പാല്, എള്ള്, പഞ്ചാമൃതം, പാൽപായസം എന്നിവയൊക്കെ സമർപ്പിക്കാം. ഒന്നുമല്ലെങ്കിൽ നേന്ത്രപ്പഴമാണെങ്കിലും ഭഗവാൻ നമ്മൾക്ക് നിവേദ്യമായി സമർപ്പിക്കാവുന്നതാണ്. അതായത് നമ്മുടെ കൈകൊണ്ടൊരു നിവേദ്യം ഉണ്ടാക്കി ചെറിയൊരു ഉരുളിയിലോ പാത്രത്തിലോ ഭഗവാന്റെ ആ ഫോട്ടോയ്ക്ക് മുൻപിൽ സമർപ്പിക്കുന്നത് ഭഗവാൻ അത്രമേൽ സന്തോഷമാകും. അത്രയും അനുഗ്രഹം നമ്മൾക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇനി ദശമി, ഏകാദശി, ദ്വാദശി ദിനങ്ങളിൽ വിഷ്ണു ഗായത്രി ജപിക്കുന്നത് വളരെ ഐശ്വര്യമാണ്. വിഷ്ണു ഗായത്രി മന്ത്രം ഇതാണ്: ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി ധന്നോ വിഷ്ണു പ്രചോദയാത്. അതുപോലെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷര മന്ത്രവും ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രവും ഹരേ കൃഷ്ണ മന്ത്രവും ഒക്കെ നമുക്ക് 108 തവണ ജപിക്കുന്നത് ഏറ്റവും ഐശ്വര്യദായകമാണ് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ. അന്നേ ദിവസം, അതായത് നമ്മളുടെ ഈ ഏകാദശി ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വിഷ്ണു സൂക്തം, ഭാഗ്യസൂക്തം, പുരുഷ സൂക്തം തുടങ്ങിയവ കൊണ്ടുള്ള അർച്ചന നടത്തുന്നത് അത്രയും ഐശ്വര്യകരമായ കാര്യമാണ്.
അതുപോലെ തന്നെ ഹരിവാസര സമയത്ത് ഭഗവാൻ ലക്ഷ്മി സമേതനായ ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിൽ പോലും എത്തുന്ന ഒരു അസുലഭ മുഹൂർത്തമാണ് ഈ ഹരിവാസര സമയം എന്ന് പറയുന്നത്. ഈ സമയം പൂർണ്ണമായ ഉപവാസവും ഉറക്കമൊഴിക്കലും വളരെ ശ്രേഷ്ഠമാണ്. ഈ കാമദ ഏകാദശിയുടെ ഹരിവാസര സമയം എന്ന് പറയുന്നത് ഏപ്രിൽ 8 ഉച്ച കഴിഞ്ഞ് 2:55 മുതൽ ഏപ്രിൽ 9 ബുധനാഴ്ച പുലർച്ചെ 3:39 വരെയാണ്. ഈ സമയത്ത് പൂർണ്ണമായ ഉപവാസവും പൂർണ്ണമായ ഉറക്കമൊഴിക്കലും ഏറ്റവും ഐശ്വര്യദായകമാണ്. ഇതെല്ലാം നിങ്ങളുടെ ആരോഗ്യം അനുസരിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. ആരോഗ്യക്കുറവുള്ള മരുന്നൊക്കെ കഴിക്കുന്ന അമ്മമാരൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധ ചെലുത്തേണ്ട കാര്യമാണ് കേട്ടോ. പിറ്റേ ദിവസം, അതായത് ഏപ്രിൽ 9 ബുധനാഴ്ച ദ്വാദശി ദിവസം മലരും തുളസിയിലയും ഇട്ട് തീർത്ഥം സേവിച്ച് നമുക്ക് പാരണ വീടാവുന്നതാണ്. പാരണ വീടേണ്ട സമയം എന്ന് പറയുന്നത് ദ്വാദശി ദിവസം, അതായത് ഏപ്രിൽ 9 ബുധനാഴ്ച രാവിലെ 6:16 മുതൽ 10:21 വരെയുള്ള സമയമാണ്. ഈ സമയത്തിനുള്ളിൽ നമ്മൾക്ക് തീർത്ഥം സേവിച്ച് പാരണ വീടാവുന്നതാണ്. അങ്ങനെ ഈ കാമദ ഏകാദശി അതിന്റെ എല്ലാ പൂർണ്ണതയോടും കൂടി എടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അതിന്റെ ഐശ്വര്യം നിങ്ങളുടെ ജീവിതത്തിലുടനീളം സാക്ഷാൽ മഹാവിഷ്ണു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.